ഹലോ മക്കളെ, ഹായ്, ഹലോ, വെൽക്കം ടു ആർക്കിനെക്സ്. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ +1 എക്സാം എല്ലാം തീർന്നിരിക്കുകയാണ്. +1 ഫിസിക്സ് എങ്ങനെ ഉണ്ടായിരുന്നു, എളുപ്പമായിരുന്നോ അതോ ടഫ് ആയിരുന്നോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ +1 നിന്ന് +2ലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്, എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ +1 ഫിസിക്സിൽ നിന്ന് +2 ഫിസിക്സിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മൾ പഠന രീതിയിലൊക്കെ കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ +1 നമ്മൾ കൂടുതലും മെക്കാനിക്സ്, തെർമോഡൈനാമിക്സ്, ഓസിലേഷൻസ്, വേവ്സ് അങ്ങനത്തെ ചാപ്റ്റേഴ്സ് ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ ഇതൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഒരു ബോൾ എറിയുന്നു എന്ന് നമ്മൾ പറയുന്ന സമയത്ത് ആ ബോൾ എറിയാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് ആ ബോൾ എറിഞ്ഞ് എക്സ്പെരിമെന്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണ് എന്ത് നമ്മൾ +1 പഠിച്ചത്. അല്ലെങ്കിൽ ഒരു ബോൾ എറിയുന്നത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലെ. +2ലേക്ക് എത്തുന്ന സമയത്ത് കുറെ കൂടെ ഫിസിക്സ് നമ്മുടെ ഇമാജിനറി പവേഴ്സിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. കാരണം നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നതൊന്നും നമുക്ക് നേക്കഡ് ഐസ് വെച്ചിട്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങളാവും പഠിക്കുന്നുണ്ടാവുക. ഇപ്പൊ ഒരു ഇലക്ട്രോൺ ഒരു വയറിലൂടെ മൂവ് ചെയ്യുന്നു. ഇലക്ട്രോണിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. അപ്പൊ എങ്ങനെയാ നമ്മൾ ആ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് ഇമാജിൻ ചെയ്യുക? അപ്പൊ അവിടെ അങ്ങനെ കുറെ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യേണ്ട കുറെ കൺസെപ്റ്റുകൾ നമ്മൾ അവിടെ പഠിക്കുന്നുണ്ടാവും. അപ്പൊ ക്ലാസ് 12 എന്ന് പറയുന്നത് ഒരു എൻറ്റയർലി ഡിഫറെന്റ് ജേർണി ആയിരിക്കും. നിങ്ങൾക്ക് കുറെ അധികം ഇമാജിൻ ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്ന് കാണുന്ന ഈ മോഡേൺ വേൾഡ് ഫുൾ പവർ ചെയ്യുന്നത് ഈ ഒരു ഇൻവിസിബിൾ ഫിസിക്സിന്റെ വേൾഡ് ആണ്. ഓക്കെ, നമ്മൾ കാണുന്ന അറ്റോമിക് റിയാക്ടേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ മൊബൈൽ ഫോണുകൾ ആയിക്കോട്ടെ, നമ്മൾ വീട്ടിലേക്ക് വരുന്ന കറണ്ട് ആയിക്കോട്ടെ, ബാക്കി അപ്ലയൻസസ് ആയിക്കോട്ടെ, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ ഇൻവിസിബിൾ ഫിസിക്സ് ആണ്. നമ്മൾ ഈ +2 പഠിക്കുന്ന ഇൻവിസിബിൾ ഫിസിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഈ +2 നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്, എന്തൊക്കെയാണ് നമ്മൾ അതിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് നോക്കിയാലോ. സോ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് അറിയാം. +2 NCERT ടെക്സ്റ്റ് ബുക്ക് 2 പാർട്ടാണുള്ളത്. ആദ്യത്തെ പാർട്ട് മുഴുവൻ നമ്മളൊരു ഒരു കഥയാണ് പറയുന്നത്. അതായത് നമ്മുടെ ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം എന്നൊക്കെ പറയുന്നത് എസെൻഷ്യലി എന്താണ്, ഒരു കോയിന്റെ 2 വശമാണ് എന്നാണ് നമ്മൾ ഫസ്റ്റ് ബുക്കിൽ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ആദ്യത്തെ 2 ചാപ്റ്ററുകൾ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്, അതുപോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, ഈ 2 ചാപ്റ്ററിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ചാർജിനെ റെസ്റ്റിൽ കൊണ്ടുവന്ന് വെക്കുകയാണെന്ന് കരുതാം. ഒരു ചാർജ് മൂവ് ചെയ്യാണ്ടിരിക്കുകയാണ്, ഒരു ഇലക്ട്രിക് ചാർജ് മൂവ് ചെയ്യാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചാർജ് എന്തൊക്കെ ചെയ്യും, ആ മൂവ് ചെയ്യാണ്ടിരിക്കുന്ന ചാർജസ് എന്തൊക്കെ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പറയുന്നത്. ദെൻ രണ്ടാമത്തേതിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു ഫാനിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ എന്ത് കണ്ടിട്ടുണ്ടാവും, കപ്പാസിറ്റേഴ്സ് കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഈ കപ്പാസിറ്ററിനെ എങ്ങനെയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്, ഓക്കെ, ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സിൽ ഡിസ്കസ് ചെയ്യാം. രണ്ടാമത്തെ ചാപ്റ്റർ കഴിഞ്ഞ് മൂന്നാമത്തെ ചാപ്റ്റർ എത്തുമ്പോൾ കഥ മാറി. ആ ചാർജ് റെസ്റ്റിലിരുന്ന ചാർജ് എന്ത് ചെയ്യാൻ തുടങ്ങി, മൂവ് ചെയ്യാൻ തുടങ്ങി. ചാർജ് മൂവ് ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കറന്റ് ഇലക്ട്രിസിറ്റിയിൽ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ ചാർജ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും, കറണ്ട് ഉണ്ടാവും. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ചാപ്റ്ററിൽ ഫുള്ള് നമ്മൾ മൂവ് ചെയ്യുന്ന ചാർജസിനെ കുറിച്ചാണ് പഠിക്കുക. ഓക്കെ, മൂവ് ചെയ്യുന്ന ചാർജസിനെ കുറിച്ചാണ് പഠിക്കുന്നുണ്ട്. ഇത് നാലാമത്തെയും അഞ്ചാമത്തെയും ചാപ്റ്ററിലേക്കൊക്കെ എത്തുന്ന സമയത്ത് അവിടെയാണ് നമ്മുടെ ട്വിസ്റ്റ് നടക്കുന്നത്. അതായത് ആദ്യം ചാർജ് റെസ്റ്റിലായിരുന്നു, പിന്നെ ചാർജ് മൂവ് ചെയ്യാൻ തുടങ്ങി. ദെൻ ചാർജ് മൂവ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, ചാർജ് മൂവ് ചെയ്തപ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. യെസ്, ചാർജ് മൂവ് ചെയ്തപ്പോൾ അവിടെ ഒരു മാഗ്നറ്റിസം ഉണ്ടായി. ഓക്കെ, അപ്പോൾ 4ഉം 5ഉം ചാപ്റ്ററിൽ നമ്മൾ മാഗ്നറ്റിസത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ നാലാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, 5ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. ഓക്കെ, അപ്പൊ അവിടെ ഫുള്ള് നമ്മൾ മാഗ്നറ്റിസത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ മാഗ്നറ്റിസം എങ്ങനെ ഉണ്ടായേ, ഈ ചാർജ് മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഉണ്ടായത്. മൂവിങ് ചാർജസ് മാഗ്നറ്റിസം ക്രിയേറ്റ് ചെയ്തു. തിരിച്ചു നടക്കൂ, അതായത് മാഗ്നറ്റിസത്തിന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? പറ്റും. അതാണ് നമ്മൾ അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന്റെ അടുത്ത ചാപ്റ്ററിൽ നമ്മളൊരു മാഗ്നറ്റിനെ മൂവ് ചെയ്യിച്ചു കഴിഞ്ഞാൽ അത് AC കറണ്ട് ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മുടെ വീടുകളിലൊക്കെ വരുന്ന AC കറണ്ട് നമുക്കൊരു മാഗ്നറ്റ് ചലിപ്പിച്ചു കഴിഞ്ഞാൽ കിട്ടും എന്ന് മനസ്സിലാവും. അതാണ് നമ്മൾ AC ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന 7ാമത്തെ ചാപ്റ്ററിൽ
ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അടുത്തതാണ് നമ്മുടെ NCERT ബുക്കിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാപ്റ്റർ, ബുക്ക് 1 ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാപ്റ്റർ, ദാറ്റ് ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. സോ നമ്മൾ ഇലക്ട്രിസിറ്റിയെ കുറിച്ച് പഠിച്ചു, മാഗ്നറ്റിസത്തെ കുറിച്ച് പഠിച്ചു. ഈ ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസം കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യാണ്. കമ്പൈൻ ചെയ്ത് ബൂം, എന്ത് കിട്ടി? ലൈറ്റ് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ കുറെ കാലം എന്താണ് ഈ ലൈറ്റ് എന്ന് പറയുന്നത്, കുറെ കാലം സയന്റിസ്റ്റുകളെ കുഴപ്പിച്ചൊരു ചോദ്യമായിരുന്നു. അവിടെ നിന്ന് നമുക്ക് മനസ്സിലായി ലൈറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കമ്പൈൻ ചെയ്തുണ്ടായിട്ടുള്ള ഒരു വേവ് ആണ്. ആ വേവിനെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്നാണ് വിളിച്ചത്. സോ ചാപ്റ്റർ 8 ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ദെൻ നമ്മുടെ ബുക്ക് 2 നമ്മളെ ഗിയർ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാണ്. നമ്മൾ വയറുകളും ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും ഒക്കെ ഒന്ന് നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ലെൻസുകളും അതുപോലെ തന്നെ മൈക്രോസ്കോപ്പുകളും ടെലിസ്കോപ്പുകളും അതുപോലെ തന്നെ നമ്മുടെ ആറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ബേസിക് മാറ്ററിന്റെ ഒക്കെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്കുകളിലേക്കൊക്കെ കടക്കുകയാണ് ബുക്ക് 2 അതിലെ ആദ്യത്തെ ചാപ്റ്റർ, ദാറ്റ് ഈസ് 9ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. അവിടെ നമ്മൾ ലൈറ്റിനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ദെൻ ഒരു ലൈറ്റ് ഒരു മിററിൽ തട്ടുമ്പോൾ എന്ത് സംഭവിക്കും, ഒരു ലെൻസിൽ തട്ടുമ്പോൾ എന്ത് സംഭവിക്കും, ദെൻ അതുപോലെ തന്നെ നമ്മുടെ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ടുള്ള മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, കണ്ണ്, അങ്ങനെ കുറെ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമ്മൾ മുന്നത്തെ ചാപ്റ്ററിൽ ലൈറ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് ട്രീറ്റ് ചെയ്തത്. പക്ഷെ ലൈറ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ട്രീറ്റ് ചെയ്ത സമയത്ത് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ചില ഫിനോമിനൻസ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ലൈറ്റിന്റെ വേവ് നേച്ചർ എടുത്തു. ലൈറ്റിന്റെ വേവ് നേച്ചറിനെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്റർ ആണ് മക്കളെ വേവ് ഒപ്റ്റിക്സ്. അടുത്ത ചാപ്റ്റർ ആണ് മക്കളെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ലൈറ്റ് എന്തായിരുന്നു എന്നുള്ള ചോദ്യം നമ്മളെ കുറെ കാലം അലട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ലൈറ്റ് വേവ് ആണ് എന്നൊക്കെ എല്ലാവരും സമ്മതിച്ചിരിക്കുന്ന സമയത്താണ് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും ലൈറ്റ് ഒരേ സമയം വേവിന്റെ ബിഹേവിയറും കാണിക്കും, പാർട്ടിക്കിളിന്റെ ബിഹേവിയറും കാണിക്കും എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സോ അടുത്ത ചാപ്റ്റർ ദാറ്റ് ഈസ് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷനിൽ നമ്മൾ ലൈറ്റിന്റെ 2 നേച്ചറിനെ കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതേപോലെ തന്നെ മാറ്ററിനും എന്തുണ്ട്? ഒരു വേവ് നേച്ചർ ഉണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിൽ പഠിക്കും. ദെൻ അതിന്റെ അടുത്ത 2 ചാപ്റ്ററുകളാണ് ആറ്റവും ന്യൂക്ലിയയും, ആറ്റംസ് ആൻഡ് ന്യൂക്ലിയൈ. സോ ഈ 2 ചാപ്റ്ററിൽ നമ്മൾ സബ് അറ്റോമിക് പാർട്ടിക്കിൾ, ആറ്റത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോവാണ്. ആറ്റം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ന്യൂക്ലിയസിനകത്ത് എന്തൊക്കെയാണുള്ളത്, ന്യൂക്ലിയസിനകത്ത് നിന്ന് എങ്ങനെയാണ് ഒരു എനോർമസ് എമൗണ്ട് ഓഫ് എനർജി നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആറ്റംസ് ആൻഡ് ന്യൂക്ലിയയിൽ പറയുന്നത്. ദെൻ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാപ്റ്റർ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് ഡിവൈസസ് ആൻഡ് സിമ്പിൾ സർക്യൂട്ട്സ്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, TV ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ഒക്കെ ആയിക്കോട്ടെ, അതൊക്കെ ഇത്രയും ചെറിയൊരു ഫോം ഫാക്ടറിലേക്ക് കൊണ്ടുവരാൻ, അതായത് ഒരു കുഞ്ഞൻ ഡിവൈസ് നമ്മുടെ കൈക്കുള്ളിൽ കൊള്ളുന്ന അത്രയും ചെറുതാക്കാൻ സഹായിച്ച ഒരു കുഞ്ഞു ഡിവൈസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ദാറ്റ് ഈസ് എ ഡയോഡ്. ഒരു ഡയോഡിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഈ ഡയോഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്താണ് ഈ സെമി കണ്ടക്ടറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞ സമയത്ത് എനിക്ക് മനസ്സിലായി നിങ്ങൾ വളരെ ക്യൂരിയസ് ആണ് കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. ഇത്രയും നിങ്ങൾ കേട്ട് ഇരുന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഫിസിക്സ് പഠിക്കാൻ അത്രയും ഇൻട്രസ്റ്റ് ഉണ്ട്. സോ മക്കളെ, നല്ല അടിപൊളിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് നല്ല മാർക്കോട് കൂടി +2 പാസ് ഔട്ട് ആയിട്ട് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ RKNX ഒരു പ്രോഗ്രാം ആയിട്ട് വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് കിട്ടും, റെക്കോർഡഡ് ക്ലാസ്സസ് കിട്ടും. 6 വർഷത്തെ സോൾഡ് PYQ ആൾറെഡി റെക്കോർഡഡ് ആണ്. NCERT സൊല്യൂഷൻസ് കിട്ടും. ദെൻ മെന്റർഷിപ്പ് ആൻഡ് ഡൗട്ട് ക്ലിയറൻസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വെറും 249 രൂപയ്ക്കാണ് RKNX പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റ് ഉറപ്പാണ്. സോ അത്രയാണ് മക്കളെ പറയാനുള്ളത്. സോ ദിസ് ഇസ് മീ ഹരീഷ് സൈനിങ് ഓഫ്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.